മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം നീളുന്നു. ഫിഷറീസ് വകുപ്പ് വേണമെന്ന് ലീഗ് കടുംപിടുത്തമായതോടെ കോൺഗ്രസിൽ ശക്തമായ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. ഫിഷറീസ് ലഭിച്ചില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചേ തീരുവെന്നും ലീഗ് വാശി പിടിക്കുകയാണ്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് KB ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമേ, ലീഗ് എത്രമാത്രം അപ്രമാദിത്യം പുലർത്തുന്നുണ്ട് UDF-ൽ എന്നുള്ളത് മന്ത്രിമാരുടെ എണ്ണവും ഈ കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങും എല്ലാം കണ്ടപ്പോൾ നമുക്ക് ബോധ്യമായതാണ്. ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് വേണം, അത് കിട്ടിയില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തന്നെ വേണമെന്ന് ലീഗ് പറയുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുകയല്ലാതെ കോൺഗ്രസിന് മറ്റെന്തെങ്കിലും വഴിയുണ്ടാകുമോ? ശ്യാമപ്രസാദ്. അതിന് VDF സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു വിഭജനം ഇപ്പോൾ നീളുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും ലീഗിൻ്റെ കടുംപിടുത്തവും തർക്കവും തന്നെയാണ് ഇതിൽ പ്രധാനമായും ഉടലെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യമെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതായത് ഫിഷറീസ് വകുപ്പ് ലഭിക്കണമെന്നാണ് ലീഗിൻ്റെ ഒരു നിലപാട്. അതിനാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുതരികയുള്ളൂ എന്ന് തന്നെയാണ് ലീഗ് എടുത്തിരിക്കുന്ന ആ ഒരു കടുത്ത നിലപാട്. പ്രധാനമായും കോൺഗ്രസിൽ നേരത്തെ തീരുമാനിച്ചിരുന്നത് ലീഗിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം വാങ്ങി ലീഗിന് പകരം ഫിഷറീസ് കൊടുക്കാമെന്നായിരുന്നു. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിൽ നിന്നുള്ള റോജി M. ജോണിന് നൽകി മന്ത്രി പദവിയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ ചെയ്തിരുന്നത്. എന്നാൽ ഫിഷറീസ് വകുപ്പ് വേണമെന്ന ഒരു നിലപാടിലേക്ക് ലീഗ് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. അതിനാൽ മാത്രമേ ഫിഷറീസ് വകുപ്പ് വിട്ടു തന്നാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകുകയുള്ളൂ എന്നൊരു നിലപാടിൽ ലീഗ് എടുത്തോടുകൂടിയാണ് ഈ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. നിലവിൽ ലത്തീൻ അതിരൂപതയുടെ ഒരു അതൃപ്തി കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഫിഷറീസ് വകുപ്പ് ലീഗിന് വിട്ടുകൊടുക്കേണ്ട എന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തിയ VD സതീശൻ സഭാ അധ്യക്ഷന്മാർക്ക് ഈ ഒരു ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ആ ഉറപ്പുകൾ ഇപ്പോൾ സാധൂകരിക്കണമെങ്കിൽ ഫിഷറീസ് വകുപ്പ് വിട്ടുകൊടുക്കാതെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് വാങ്ങിയെടുക്കേണ്ട ഒരു നിലപാടിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യങ്ങളും ചർച്ചകളും എല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിലും പുരോഗമിക്കുന്നത്. എന്തായാലും ഒപ്പം തന്നെ മറ്റ് നീരസങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും T. സിദ്ദിഖിനെ കൃഷി വകുപ്പ് അടക്കമുള്ള വകുപ്പുകളാണ് നൽകിയിരിക്കുന്നത്. T. സിദ്ദിഖ് ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകളല്ല, അതിനാൽ തന്നെ താൻ ഈ മന്ത്രി പദവി ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് പ്രധാനമായും T. സിദ്ദിഖ് ഇപ്പോൾ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നിലവിൽ മുഖ്യമന്ത്രിയായി VD സതീശൻ്റെ കൈവശമുള്ള പൊതുഭരണം, നിയമം, തുറമുഖ വകുപ്പ് തുടങ്ങിയ ഏതെങ്കിലും ഒരു വകുപ്പ് നൽകിക്കൊണ്ട് ഈ പ്രശ്നം സാധൂകരിക്കാനുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നു വരികയാണ്. എന്തായാലും VD സതീശൻ ഇക്കാര്യത്തിലൊരു എന്ത് നിലപാടെടുക്കുമെന്നുള്ളൊരു കാര്യത്തിൽ പ്രധാനമായും കോൺഗ്രസിനിടയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ മറ്റു വകുപ്പുകൾ വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സതീശന് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ പ്രശ്നം എങ്ങനെ രമ്യമായി പരിഹരിച്ച് ലോക്ഭവന് മുന്നിലേക്ക് മന്ത്രിമാരുടെ പട്ടിക കൈമാറാമെന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും ലീഗും. ശരി ശ്യാമപ്രസാദ്, അപ്പോൾ ഒരു വശത്ത് ലീഗും മറുവശത്ത് ലത്തീൻ സഭയും നിൽക്കുകയാണ്. ആരുടെ കടുംപിടുത്തമാണ് കോൺഗ്രസിനുള്ളിൽ വിജയിക്കുക, അല്ലെങ്കിൽ VD സതീശൻ ആരുടെ ആവശ്യമാണ് പരിഗണിക്കുക? മുഖ്യമന്ത്രിയാണല്ലോ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ തീരുമാനം ഇനി എടുക്കേണ്ടത്. അപ്പോൾ VD സതീശൻ ആരെ കേൾക്കുമെന്ന് കണ്ടറിയാം.